ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈ ഈശോ ഇന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അനുഗ്രഹമായിട്ട് പെയ്തിറങ്ങട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിക്കോദെമോസ് ഈശോയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. ആ സംസാരത്തിൻ്റെ ഇടയിൽ ഈശോ ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനം: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. പഴയൊരു സംഭവത്തെക്കുറിച്ചാണ് പറയുക. സർപ്പദർശനമുണ്ടായപ്പോൾ സർപ്പദർശനത്തിൽപ്പെട്ടവർ മരിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി പിച്ചള സർപ്പത്തെ ഉയർത്തിയിട്ട് അത് നോക്കിയവരെല്ലാവരും രക്ഷ പ്രാപിച്ചു. അതുപോലെ നിക്കോദെമോസിന് പറയാണ്, അതുപോലെ മനുഷ്യപുത്രന് ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. ക്രിസ്തു ഉയർത്തപ്പെട്ടു. അതാണ് കുരിശിൽ. ദുഃഖവെള്ളിയെല്ലാം കടന്നുപോയി. ഇപ്പോൾ നമ്മൾ ഉയർപ്പിൻ്റെ ആനന്ദത്തിലാണ്. കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തു മാനകുലത്തെ മുഴുവൻ രക്ഷിച്ചു. അതിൻ്റെ ആനന്ദത്തിലാണ് അവിടുന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ മേഖലകളെ കൂടി ഈശോ കടന്നുപോയിരിക്കുന്നു. ഇങ്ങനെ ഒരു ക്രിസ്തു നമുക്കുണ്ടെന്നുള്ളൊരു ബോധ്യമാണ് പ്രിയ സഹോദര സഹോദരി നിൻ്റെ ജീവിതത്തിൽ നീ ആഴപ്പെടേണ്ടത്. ഉയർത്തെഴുന്നേറ്റവൻ, നിനക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നവൻ, അങ്ങനെയുള്ള ഒരാളിലാണ് നീ വിശ്വസിക്കുക. അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിലാണ് നീ മുന്നോട്ട് പോവുക. ഇതിൽ ആഴപ്പെടാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ, നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശ് മരിച്ച രക്ഷ സാധ്യമാക്കി എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിനു വേണ്ട എല്ലാ കൃപകളും നന്മകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.